നമ്മളെ പലരും ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുന്നവരായിരിക്കും അല്ലേ. ഞാൻ ആ ഒരു കാറ്റഗറി പെട്ട ഒരാളാണേ. മുറ്റത്ത് ക്യാരംസ് കളിച്ചോണ്ടിരുന്നപ്പോഴാട്ടോ എന്നാ ഇവിടെ കുറച്ച് കപ്പ നിപ്പുണ്ട്, അതെടുത്ത് പുഴുങ്ങിയാലോ എന്ന് ആലോചിച്ചു. സമയം നോക്കിയപ്പോഴോ രാത്രി 11:30. പിന്നെ ഇടവും വലവും നോക്കിയില്ലെന്നേ കപ്പ പുഴുങ്ങാനുള്ള പരിപാടി അങ്ങോട്ട് പ്ലാൻ ചെയ്തു. നിങ്ങൾക്ക് തോന്നും ഇതിലെന്താ ഇപ്പൊ എത്ര പുതുമാന്ന്, പക്ഷെ എന്റെ ലൈഫിൽ ഇതൊരു ആദ്യത്തെ സംഭവമാണ് കേട്ടോ. ഇങ്ങനെ നമ്മുടെ കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കൂടെ ഞങ്ങൾ 2 ടൈപ്പ് ചമ്മന്തി അങ്ങോട്ട് ഉണ്ടാക്കി. ഇല കഴുകാനുള്ള പരിപാടി കണ്ണനെ അങ്ങോട്ട് ഏൽപ്പിച്ചു. ഫുഡ് സെറ്റായ സ്ഥിതിക്ക് ഇനി നല്ലൊരു ആംബിയൻസ് സെറ്റ് ചെയ്യണം. ആഹാ, ലൈറ്റ് ഒക്കെ ഇട്ട് കളറായില്ലേ. എനിക്ക് എപ്പോഴും കപ്പയുടെ കൂടെ കഴിക്കാൻ ഇഷ്ടം തേങ്ങാ ചമ്മന്തിയിൽ തൈര് ഒഴിച്ചതാണ് കേട്ടോ. പക്ഷെ അവരെല്ലാരും മുളക് ചമ്മന്തി പ്രിഫർ ചെയ്യുന്നവരായിരുന്നേ. മണി 12 ആയോണ്ടാണോന്ന് അറിയില്ല, കപ്പയ്ക്ക് ഒടുക്കത്തെ ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ കപ്പ കഴിച്ച് ഓരോരുത്തരായിട്ട് സൈഡ് ആവാൻ തുടങ്ങി കേട്ടോ. അവസാനം കുട്ടനും സേതുവണ്ണനും മാത്രമായി. കുറച്ച് കഴിഞ്ഞപ്പോ സേതുവണ്ണനും പിന്മാറി. പിന്നെ കുട്ടന്റെ ഒറ്റയാൾ പോരാട്ടമായിരുന്നു. ആദ്യം അവർ ഇരുന്ന് കഴിച്ചു, പിന്നെ അത് കിടന്നായി. അണ്ണനാണെങ്കിൽ എരിച്ചിട്ട് എന്ത് പറയണമെന്ന് പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു കേട്ടോ. എക്സാമിന്റെ ബോർഡ് കണ്ട 10 മണിക്ക് ഇറങ്ങുന്ന ഞാനാ ഇരിക്കുന്ന ഇരിപ്പോക്കി. അവസാനം കപ്പ കഴിച്ച് ഇരുന്നിരുന്ന് എല്ലാരും കിടന്നു കേട്ടോ. പക്ഷെ ഞങ്ങളുടെ കാര്യം പറിച്ചുള്ള ഡെപ്തിനൊരു കുറവും വന്നിട്ടില്ല. എല്ലാരോടും ഉള്ളൊരു മൊമെന്റ് അതൊരു രസമാണ് കേട്ടോ. മണി 2 ഞങ്ങളെ ആരെയും കാണാൻ അമ്മൂമ്മ തിരക്കി വന്നു കേട്ടോ. അമ്മൂമ്മയെ കണ്ടത് ഉടനെ വിഷ്ണുട്ട കണ്ണടച്ചിറങ്ങിക്കളഞ്ഞു.